വെജിറ്റബിൾ ബിരിയാണിയുടെ കൂടെ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടായാലോ? സൂപ്പറായിരിക്കൂലേ? വാ, നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ വെജ് ബിരിയാണിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇത്രയും പച്ചക്കറിയാണ്. ഇത് മുഴുവനൊന്നും എടുത്തിട്ടൊന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ തലേന്ന് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കട്ടെ. അധികം വേവൊന്നും ചെയ്യണ്ട, ഉടനെ പോകാതെ തന്നെ കിട്ടണം. അതുകൊണ്ട് 2-3 വിസിൽ മാത്രം മതി. പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞിടണേ, അധികം ചെറുതായി അരിയണ്ട. അതുപോലെ തന്നെ ബീൻസും കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിയണേ. എല്ലാം ഇതേ രീതിയിലാണ് അരിഞ്ഞിട്ടിട്ടുള്ളത്. പിന്നെ എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് കഴുകിയെടുക്കാം. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് 1.5 കിലോ അരിൻ്റെ ചോറാണ്. കുറച്ച് മസാല അധികം വേണ്ടത് കൊണ്ട് മാത്രമാണ് ഇത്രയും എടുത്തത്. നിങ്ങൾക്ക് ഇത്രയും വേണ്ടെങ്കിൽ കുറച്ചിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. മസാല നന്നായി കൂടാനും പാടില്ലേ. മസാല ഇപ്പോൾ 2 കിലോ അരിക്ക് പറ്റിയ മസാലയാണ്. നമുക്ക് കുറച്ചധികം മസാല കൂടുതൽ വേണ്ടത് കൊണ്ടാണ് ഇതെടുത്തത്. അങ്ങനെ പച്ചക്കറിയെല്ലാം നന്നായി കഴുകി മാറ്റി വെച്ചു. പിന്നെ ഉള്ളി നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. വളരെ നേർത്ത രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണേ. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാക്കിയതാണ്. അതൊന്നും ഇവിടെ കാണിക്കുന്നില്ല, നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 15 പച്ചമുളകും ഒരു 100 ഗ്രാം ഉള്ളിയും 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം വെളുത്തുള്ളിയാണ്. അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞ ശേഷം നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നീട് നന്നായി ഉള്ളി വഴറ്റിയെടുക്കണേ. ഉള്ളിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. അതൊക്കെ നന്നായി വഴറ്റി വന്നപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഇത് പേസ്റ്റാക്കി വെച്ചതാണ്. അതും അതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായി വഴറ്റണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. പിന്നീട് നമുക്ക് പച്ചക്കറിയെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. കുറച്ച് മസാല കൂടുതലുള്ളതുകൊണ്ടാണ് അധികം മഞ്ഞൾപ്പൊടി ഇട്ടത്. എല്ലാം കൂടി വീണ്ടും നന്നായി വഴറ്റി ഒരു കുക്കറിലേക്ക് മാറ്റി ഒറ്റൊരു വിസിൽ മതി. അധികം അടിഞ്ഞു പോകാതെ നോക്കണം. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ പച്ചക്കറി ബിരിയാണി വെക്കാറ്? കുക്കറിലിട്ട ശേഷമാണ് നമ്മൾ 2-3 തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തത്. പിന്നെ വേവിച്ച് വെച്ച പച്ചക്കടലയും അതായത് ഗ്രീൻ പീസും എല്ലാം ചേർത്ത് അതിലേക്ക് അല്പം മസാലപ്പൊടി കൂടി ചേർത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടോ മസാല ഇങ്ങനെയാണ് ഉള്ളത്. നല്ല കളറില്ലേ? കടലയൊന്നും ഒട്ടും വെന്തിട്ടില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നമ്മൾ പൊരിച്ച ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മളെ മസാലയൊക്കെ റെഡിയായി. പിന്നെ ചോറുണ്ടാക്കണ്ടേ? ഇതിനായി നമ്മൾ 5 കപ്പ് അരിയാണ് എടുത്തത്. അത് ഏത് കപ്പ് 5 കപ്പ് എടുത്താലും 7.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഇത് മസാലക്ക് അധികം വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 8 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. സാധാരണ ബീഫോ ചിക്കനോ എങ്കിൽ 7.5 ഗ്ലാസ് മാത്രം മതി. ഇതൊരു 1/2 ഗ്ലാസ് വെള്ളം അധികം ഒഴിച്ചിട്ടുണ്ട്. ഈ മസാലയിൽ കൂടുതൽ വെള്ളമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം കൂടി ചേർത്തത്. അതുകൊണ്ട് കറക്റ്റ് അളവിൽ ചോറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ലെയറായിട്ട് ദം ചെയ്തെടുക്കാം. പിന്നെ വെന്ത ചോറ് കുറച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി. ഇതിനായി ഇത്രയും വിശദമായി പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നണ്ട, അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. അങ്ങനെ നമ്മൾ പകുതി ചോറ് മാറ്റി ബാക്കി പകുതി ചോറിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുത്തേ. പകുതി മസാലയാണ് ഇട്ട് കൊടുത്തത്. മസാല ചേർത്തപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതിയേ ഗരം മസാല. വീണ്ടും ഒരു ലെയർ കൂടി ഇട്ട് അതിൻ്റെ മേളിൽ പിന്നെയും നമ്മൾ മസാല ചേർത്ത് കൊടുത്തു. വീണ്ടും ചോറ് ഇട്ട് കൊടുത്തു. ചോറൊക്കെ നന്നായി നിരപ്പാക്കി. ചോറിൽ കളറ് ചേർക്കണമെങ്കിൽ ചേർക്കുന്നവർക്ക് ചേർക്കാം. ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ പൊരിച്ച ഉള്ളി വിതറി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഉണ്ടായിരുന്നു, അതുകൂടി വിതറി കൊടുത്ത് നന്നായി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച്, വളരെ ചെറിയ തീയിലേ വെക്കാൻ പറ്റുക, അടി കരിഞ്ഞു പോകാതെ നോക്കണം. പിന്നെ ചിക്കൻ പൊരിക്കുന്നതൊന്നും ഇപ്പോൾ കാണിക്കാൻ സമയമില്ല. ചിക്കൻ എങ്ങനെ നമ്മൾ പൊരിക്കുന്നത് മറ്റൊരു വീഡിയോയിൽ കാണിക്കും. അങ്ങനെ നമ്മളെ ചോറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. സൂപ്പറായിരുന്നു. പിന്നെ 2 ചെറിയ സ്പൂൺ പശു നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം പോകുന്നു. ടാറ്റാ, ബൈ ബൈ.